നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ഭാഗം വായിക്കാം. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളാണല്ലേ, അത് മലയാളത്തിൽ വായിച്ച് സഹായിക്കണം. 26-ഉം 27-ഉം വാക്യം. ആവർത്തനം 33, ബുക്ക് ഓഫ് ഡിറ്ററോണമി ചാപ്റ്റർ 33 വേഴ്സസ് 26 and 27. ഉം. 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 മതി. യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുവനുമില്ല. അവൻ നിന്റെ സഹായത്തിനായി തന്റെ മഹിമയിൽ ആകാശത്തിലൂടെ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതമാകുന്നു, കീഴിലോ ശാശ്വതമായ ഭുജങ്ങളുണ്ട്. മോശ തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നതായ ഒരു ഭാഗമാണ്. ആവർത്തന പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായങ്ങളിൽ 1 ഏബാൽ മലയിലും 2 ഗെരിസീം മലയിലും 2 മലകളിൽ നിന്ന് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുകയും ശപിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മൾ കാണാം. ഏബാൽ മലയിൽ നിന്ന് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങളെ മറക്കുകയും ദൈവവചനത്തെ തിരസ്കരിക്കുകയും കൽപ്പനകളെ നിഷേധിക്കുകയും ചെയ്താൽ ഇന്ന ശാപം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും, ഞാൻ നിങ്ങൾക്ക് വരുത്തുമെന്ന് യഹോവ കൽപ്പിക്കുന്നുവെന്ന് മോശ പറഞ്ഞു. ഗെരിസീം മലയിൽ വെച്ച് അനുഗ്രഹത്തിന്റെ മലയാണ്. നിങ്ങൾ എന്റെ വചനം അനുസരിക്കുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വിധം അനുഗ്രഹങ്ങള്, ഈ വിധമായ ശത്രുവിന്മേലുള്ള ജയങ്ങള്, ഭാവി തലമുറമേലുള്ളതായ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വരും എന്ന് പറയുവാൻ തൊക്കെ ഇടയായി. 12 ഗോത്രങ്ങളെയും മോശ അനുഗ്രഹിച്ചതിന് ശേഷം അവസാനം എല്ലാവരുടെയും കൂടെ ചേർത്ത് തന്നെ കൈ ഉയർത്തി അനുഗ്രഹിക്കുന്ന ഭാഗമായത് യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുവനുമില്ല. ഇതൊരു വെറുതെ ഒരു പുസ്തകങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളതായ സാക്ഷ്യങ്ങൾ കേട്ട അനുഭവത്തിലും അല്ലെ പെട്ടെന്നുണ്ടായതായ ഒരു ഭ്രമത്തില് താൻ പറഞ്ഞതായ വാക്യങ്ങളല്ല. തന്റെ ജീവിത അനുഭവങ്ങളില് അനുഭവിച്ച് രുചിച്ച് കണ്ട് തൊട്ടറിഞ്ഞ സംഭവങ്ങളെ താൻ സ്പർശിച്ച് സംസാരിക്കുമ്പോൾ കൊടുത്ത അനുഗ്രഹമാണ് ഇസ്രായേലിന് യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുവനുമില്ല. മോശയെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം, താന് ചെയ്യാത്ത ഒരു കുറ്റത്തിനും പാപത്തിനുമാണ് തനിക്ക് വാഗ്ദത്ത കനാൻ ദേശം അത് നിഷേധിക്കപ്പെട്ടത്. ചെയ്യാത്ത കുറ്റം, താൻ ഒരിക്കലും ചെയ്യാത്തൊരു തന്റെ ജനമായ ഇസ്രായേൽ മക്കള് നയിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ ചെയ്ത പാപത്തിന് അത് തക്കവണ്ണം താൻ കോപിക്കാൻ ഇടയായി തീർന്നതിന്റെ ഒരു കാരണത്തിന് പുറത്താണ് തനിക്ക് വാഗ്ദത്ത ദേശം കൈവശമാക്കാൻ തക്കവണ്ണം കഴിയാതെ തന്നെക്ക് ശേഷം ജനിച്ച ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളെ അത് വാഗ്ദത്ത യോർദാൻ കടന്ന് കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണമൊക്കെ തയ്യാറെടുക്കുമ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ എല്ലാ മിശ്രൈമ്യ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാവിധമായ പോഷ് ലൈഫും ലക്ഷറിയും വിട്ട് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയതായ ഈ മോശ തനിക്ക് വാഗ്ദത്ത കനാൻ നിഷേധിക്കപ്പെട്ടുവെങ്കിലും അനുഗ്രഹിച്ച് തന്നെ ജനത്തെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം കഴിയും. താൻ കർത്താവിനോട് മല്ലു പിടിച്ചു, പറഞ്ഞു, കർത്താവേ, എനിക്ക് ആ ദേശം ഒന്ന് കണ്ടുകൊള്ളട്ടെ. മനോഹരമായ എരീഹോവും ലബനാന്റെ തെക്കേ ഭാഗങ്ങളും പാലം തൊഴുകുന്നതായ കനാൻ ദേശത്തിൻ്റെതായ പ്രാന്തങ്ങളും ഹെബ്രോന്റെ മനോഹാരിത, ഗിലിയാദിന്റെ സൗന്ദര്യവും ഷാരോനിന്റെ ശോഭയൊക്കെ ഒന്ന് കാണണം എന്ന് താൻ പ്രാർത്ഥനപ്പോൾ സ്തോത്രം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി വീട്ടിൽ ചെന്ന്, അപ്പോൾ അറിയാൻ പറ്റും. ദൈവത്തിന് ദേഷ്യം പിടിച്ചു, അങ്ങനെ പറയാം. ദൈവം കോപിച്ചു എന്നാ പറയാം. ദൈവത്തിന് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, മതി, ഇനി ഈ വിഷയത്തെ കുറിച്ച് എന്നോട് സംസാരിക്കരുത്. നീ നിന്റെ കണ്ണുകൊണ്ട് ദൂരെ നിന്ന് കാണും, എന്നല്ല ഈ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറയാൻ തക്കണം ഇടയായിട്ട്. എന്നോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ശുശ്രൂഷ അവസാനിപ്പിച്ചേനെ. പലപ്പോഴും ജീവിതത്തിൽ എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ പല ശുശ്രൂഷയിൽ നിന്ന് പിന്മാറി നിന്നിട്ടുണ്ട്. ദുഃഖമായിപ്പോയി, വലിയ പ്രയാസമായി. 41 വർഷം എന്നോടൊത്ത് കൈക്ക് പിടിച്ച് യാത്ര ചെയ്ത് എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്ന എന്റെ പ്രിയപ്പെട്ടവൾ എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ ദൈവമായിട്ട് ഒത്തിരി പിണങ്ങാനും കോപിക്കാനും ഒക്കെ ഇടയായി. അതൊരു തെറ്റല്ല കേട്ടോ.
മനുഷ്യാവശത്ത് നമുക്ക് ഇതൊക്കെ സംഭവിച്ചു പോകും. ദേഷ്യപ്പെടും ദൈവത്തോട്. ഞാൻ നിങ്ങൾ വിശ്വസിക്കത്തില്ല, സ്തോത്രം, പ്രാർത്ഥിക്കാതെ കിടന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. നീ സങ്കടം സഹിക്കാൻ വയ്യാതെ കണ്ണു നിറഞ്ഞ് ദേഷ്യമൊക്കെ പെട്ടിട്ട്. മോശയെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഗ്രഹിച്ച ജനത്തെ അയക്കുന്നത്. എനിക്ക് കീഴടക്കാൻ കഴിയാത്ത നിത്യ സൗഭാഗ്യങ്ങളിലേക്ക് നിങ്ങൾ കിടക്കുന്നെങ്കിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചേക്കാം. അത് ഒരു ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കത് ലഭിച്ചില്ല എങ്കിൽ പല കർത്താവിന്റെ ദാസന്മാരിവിടെ പലരും ഉണ്ടല്ലേ, പാവങ്ങളായിട്ട് ജീവിച്ച് മരിക്കുന്നവരുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പ്രസ്ഥാനം ചർച്ചക്കോടിന്റെ പ്രസ്ഥാനമല്ലേ ഇത്? ചർച്ചക്കോടിന്റെ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നതിലൊക്കെ വലിയ പണക്കാരാകട്ടോ. എനിക്ക് അവരെ പലരും അറിയാം. ഭയങ്കര പണക്കാര. അവർക്ക് വണ്ടേ കാറുകളുണ്ട്, പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുന്നത്. ചർച്ചക്കോടിന്റെ ശുശ്രൂഷയിലെ സ്തോത്രം ഒരു സൈക്കിൾ കൊണ്ട് ജീവിച്ച്, ഒരു സൈക്കിൾ കൊണ്ട് ശുശ്രൂഷിച്ച്, ഒരു സൈക്കിൾ കൊണ്ട് മരിച്ച ഒത്തിരി കർത്താവിന്റെ ദാസന്മാരുണ്ട് കേട്ടോ. അവരെ അമേരിക്കയ്ക്ക് അയക്കുമ്പോൾ പ്രാർത്ഥിച്ചയക്കുന്നത്. വലിയ അച്ചായന്മാര് പോകത്തില്ലേ? ആ വലിയ അച്ചായന്മാരെ പ്ലെയിനെ കയറുന്നതിന് മുമ്പ് ഈ ഒറ്റമുണ്ടെടുത്തായ മുറിക്കയും ജുബായിട്ട് ഈ പാവപ്പെട്ട കർത്താവിന്റെ ദാസന്മാരെ പ്രാർത്ഥിച്ചു വിടും. അതാ ക്രിസ്ത്യ ജീവിതത്തിന്റെ മഹിമ എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഈ കാണുന്ന ഈ വർണ്ണസ്ഫുരിതമായ ഈ വർണ്ണപ്രതലങ്ങളെക്കാളൊക്കെ ഒത്തിരി ഉള്ളിലാ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആ സത്യമായ ആഴങ്ങൾ കിടക്കുന്നത്. അത് ഗ്രഹിപ്പാൻ നമുക്ക് കഴിഞ്ഞാല് നമ്മൾ എങ്ങും പതറി പോകത്തില്ല. ഒരു പണക്കാരനെ കാണുമ്പോൾ, മെർസിഡീസ് കാറിൽ വരുന്ന സെൻട്രൽ പാസ്റ്ററെ കാണുമ്പോൾ, സെൻട്രൽ പാസ്റ്ററുടെ മോനെ IAS എടുത്തിട്ട് അമേരിക്കയിൽ പോയി, അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ പോയി, അല്ലെന്നുണ്ടെ അവിടെ പോയി, ഇവിടെ പോയി, 3 നില കെട്ടിടത്തിൽ അദ്ദേഹം പാർക്കുന്നേ, അദ്ദേഹത്തിന് പോലീസ് ഡോഗ് ഉണ്ട്, നായുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. ഇതൊക്കെ ഉള്ള ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. സുവിശേഷം മുഖാന്തരം പണം ഉണ്ടാക്കാൻ പറ്റിയ മാർഗമാണ്. ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്തെ പരിപാടിയാ ഭക്തി കൊണ്ട് കാശുണ്ടാക്കുക. അതെല്ലാ മതത്തിലുള്ളവരുണ്ട്. ക്രിസ്ത്യൻസ്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഒരു സന്യാസിക്കായ കോടികളാ വിടുന്നത്. മൈസൂരിലും അതേ കർണാടകയിലുള്ളതായ എല്ലാവിധമായ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം സന്യാസിമാരുടെ കീഴിലുള്ള. അമേരിക്കയില് ഞാൻ അമേരിക്കക്കാരനാണ്, അമേരിക്കൻ പാസ്പോർട്ട് ഹോൾഡറാണ്. അമേരിക്കയില് വലിയ വലിയ ശുശ്രൂഷകന്മാര് കാറിലല്ല വിടുന്നത്, സ്വന്തം ഫ്ലൈറ്റിലല്ല വിടുന്നത്. സ്വന്തം വിമാനത്തെ വന്ന് ശുശ്രൂഷിച്ചിട്ടാ പോകുന്നത്. ഞാൻ യോങ്കിച്ചോയെ കണ്ടിട്ടുണ്ട്, സൗത്ത് കൊറിയയിൽ. പ്രാവശ്യം ഫിലഡൽഫിയയിൽ അദ്ദേഹം ശുശ്രൂഷിക്കാൻ വന്നപ്പോഴേ ഒരു മീറ്റിങ്ങിന് വന്നപ്പം സ്വന്തം ഫ്ലൈറ്റിലാണ് വന്നത്. സൗത്ത് കൊറിയയിൽ സിയോളിൽ നിന്ന് വിത്ത് അനദർ 50 പീപ്പിൾ. തന്റെ കൊയറെ ഗ്രൂപ്പ് കാര്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് ദേവദാസനാണ്, ലോകത്ത് മാറ്റപ്പെട്ടു. അത് കണ്ടോണ്ടൊരു പാവപ്പെട്ടന്നെ സ്തോത്രം ദൈവകുറവ് വിട്ടു പോകേണ്ട കാര്യമില്ല. യോങ്കിച്ചോയി ഓർത്ത് പ്രാർത്ഥിച്ച് അവരുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. മോശയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം, താൻ നോക്കുമ്പോൾ ജനിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ വളർന്ന് 20 വയസ്സ് 30 വയസ്സായവരൊക്കെ ഇത് പ്രാപിക്കാനായിട്ട് ചെല്ലുമ്പോൾ തനിക്കിത് ലഭിച്ചില്ലല്ലോ എന്ന് ഓർത്ത് സ്തോത്രം കുന്നിറങ്ങി, അനുഗ്രഹിക്കാതെ കുന്നിറങ്ങിയില്ല. ഇറങ്ങിയിട്ട് അവസാനം പറഞ്ഞു, യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുവനുമില്ല. അതിനെക്കാട്ടി വലിയ വിഷയങ്ങളൊന്നും ജീവിതത്തില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുവനുമില്ല. യാക്കോബിന് 3 പേരുകളാണ്. ഒന്ന് യാക്കോബ്. യാക്കോബ് എന്ന പേര് അപ്പനും അമ്മയൊക്കെ ഇട്ട പേരാ. അത്ര നല്ല അർത്ഥമല്ല പേരിന്. നിങ്ങൾക്കറിയാമല്ലോ ആ പേരിന്റെ അർത്ഥം? ഉപായി എന്നാണ്. ഇച്ചിരി കറങ്ങി അടിച്ച് ജീവിതം, ഇച്ചിരി കള്ളത്തിലോ വേലത്തിലോ ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് യാക്കോബ് എന്ന് പറയുന്നത്. ഇച്ചിരി കള്ളത്തിലൊക്കെ ഉണ്ടാകുക. ആദ്യമായിട്ട് ജ്യേഷ്ഠനെ കളിപ്പിച്ച്, ജ്യേഷ്ഠനൊരു പായസക്കുര്യനായിരുന്നു. അപ്പൊ ജ്യേഷ്ഠന് ബലഹീനത ചൂഷണം ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്, ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. ഒരുവന്റെ വീക്ക്നെസ് ചൂഷണം ചെയ്ത് കാര്യം നേടുന്ന ആൾക്കാർ ഇന്നും ക്രിസ്ത്യ ലോകത്തില് പലരും ഉണ്ട്. ഇങ്ങനെ തന്നെ ഒരു ക്രിസ്ത്യാനിയായിരുന്നു യാക്കോബ്. ജ്യേഷ്ഠന് ഫുഡ് വളരെ ഇഷ്ടമാ, പായസം വളരെ ഇഷ്ടം. ഏലക്കായൊക്കെ ഇട്ട് നല്ലപോലെ പായസം ഉണ്ടാക്കിയ അതിന് ഭയങ്കര മണമാണ്.
നിൽപ്പിൽ നമുക്ക് പിന്നെ ഉപസിപ്പം തൊക്കെ കഴിയത്തില്ല. അതുപോലെ രുചികരമായിട്ട് നല്ലൊരു കുക്കായിരുന്നു യാക്കോബ്. തന്റെ ഉദ്ദേശം തന്നെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുകയൊന്നും അല്ലായിരുന്നു. തന്റെ ഉദ്ദേശം ജ്യേഷ്ഠന് എങ്ങനെയും താഴെയിടുക എന്നുള്ളത്. ആ പായസം കൊടുത്തിട്ട് ജ്യേഷ്ഠാവകാശമായി പന്തക്കൊണ്ടിടയായി. കണ്ണു കാണാത്ത തന്റെ പിതാവിനെ കബളിപ്പിച്ച് ഏതെല്ലാം ആക്ടിങ് മോണോ ഏതൊക്കെ രീതിയിൽ അഭിനയിച്ച്, ഡ്രസ് ഏതൊക്കെ രീതിയിലാണ് മാറി. അപ്പൊ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് ദേഹത്തെല്ലാം കൂടെ വ്യോമാവൃതമായ കൈയാണെന്ന് മനുഷ്യന് ധരിക്കത്തക്കവണ്ണം അതൊക്കെ ഡ്രസ് ചെയ്യിച്ചൊക്കെ പോയ കണ്ണു കാണാത്ത വയ്യാത്ത വൃത്തനെ കളിപ്പിച്ച് ഇങ്ങനൊരു ജീവിതമാണ് തന്നെ. അങ്ങനെ ഒരു ഓട്ടമാണ് എല്ലാം. ലാബാന്റെ വീട്ടിൽ ചെന്ന് ലാബാനെ കളിപ്പിച്ചു, ടെക്നിക്കൽ വേസ് കൂടെ. ഇങ്ങനെ ഓടിയ മനുഷ്യനായിരുന്നു യാക്കോബ്. യാബോക്ക് നദിക്കരയിൽ വെച്ച് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് അവനുമായിട്ട് മല്ലു പിടിക്കുകയും അവന്റെ പേര് മാറ്റുകയും ചെയ്തു. അവന്റെ പേര് മാറ്റിയിട്ട് ഇന്നു മുതൽ നീ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന പേര്. അവിടെ വെച്ച് ഇസ്രായേൽ എന്നുള്ളതായ ഒരു പേര് കിട്ടി. പിന്നീട് അത് ഇസ്രായേൽ രാഷ്ട്രമായിട്ട് മാറി. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം പല അർത്ഥമുണ്ട്. ദൈവത്തിന്റെ പ്രഭു എന്നും യഹോവയ്ക്ക് സ്തുതി, പല രീതിയില് ഇബ്രായ പദത്തിന്റെ മൂലാർത്ഥമുള്ളത്. തന്റെ പേര് മാറ്റാൻ ഇടയായി. പിന്നെ താൻ അറിയപ്പെട്ടത് ഇസ്രായേൽ. ഇസ്രായേൽ, ആ ഇസ്രായേലിന് ഒരു രാഷ്ട്രം തന്നെ ഉണ്ടായി. ഇന്ന് നമ്മൾ അറിയുന്ന രാഷ്ട്രം ഇസ്രായേൽ അങ്ങനെ ഉണ്ടായത്. ഒരു തോട്ടിന്റെ കരയിൽ വെച്ച് അതിന്റെ ആരംഭം. ഒരു രാത്രി യഹോവയുടെ ദൂതനുമായിട്ട് മല്ല് പൊട്ടിച്ച്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് കേണപേക്ഷിച്ച്. നമ്മൾ വിചാരിക്കും മല്ല് പിടിക്കുന്ന ഉടനെ കുസ്തി പിടിച്ചൊന്നുമല്ല കേട്ടോ. പലരും വിചാരിച്ചു, ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, യാക്കോബിന് നല്ല മനസ്സിലായിരുന്നു, കുസ്തി പിടിച്ചു യഹോവയുടെ ദൂതനെ പൊട്ടിച്ച് കെട്ടിയിട്ട്, അങ്ങനൊന്നും അല്ല. ഹോശേയ പ്രവചനം എടുത്ത് നോക്കുമ്പോൾ അറിയാം എങ്ങനെയാ കുസ്തി പിടിച്ചെന്ന്. മല്ല് പിടിച്ചെന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചെന്നാ കൊടുത്തേക്ക്. ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞിട്ട് അവൻ പ്രാർത്ഥിച്ചു, അവൻ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചു, കേണപേക്ഷിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവിടെ വെച്ച പേര് മാറുവാൻ തൊക്കെ ഇടയായിട്ടുണ്ട്. മൂന്നാമത്തെ പേരാണ് യെശ്രൂൻ. യാക്കോബിന്റെ 3 പേരുകളിലെ മൂന്നാമത്തെ പേരാ യെശ്രൂൻ. യെശ്രൂൻ എന്ന വാക്കിന്റെ അർത്ഥം, പേരിന്റെ അർത്ഥം നേരെ നടക്കുന്നവൻ എന്നാണ്. എ മാൻ ഹു ഈസ് സ്ട്രെയിറ്റ്, എ മാൻ ഹു ഈസ് അപ്വേർഡ്. യെശ്രൂൻ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം നേരെ നടക്കുന്നവൻ, നേരെ നിൽക്കുന്നവൻ. അതിന്റെ ഇന്നർ മീനിങ് എന്ന് പറയുന്നത് ഇന്നസെന്റ്, നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എന്നാണ് അതിന്റെ മൂലാർത്ഥം. അത് ദൈവം അവന് കൊടുത്തതായ പേര്, ദൈവം അവനിട്ടതായ പേര് യെശ്രൂൻ. നമുക്കെല്ലാം 2-3 പേരുകൾ കാണും അല്ലേ? ഒരു നിക് നെയിം കാണും, ഒരു ഒഫീഷ്യൽ നെയിം കാണും, ഒന്ന് വീട്ടിൽ വിളിക്കുന്ന പേരുകൾ കാണും. അതുപോലെയാണ് യാക്കോബിന് കിട്ടിയതായ പേര്. ഹി ഹാസ് വീട്ടിലെ ഡൊമസ്റ്റിക് നെയിം ഈസ് ദർ, ആൻഡ് ഒഫീഷ്യൽ നെയിം ഈസ് ദർ, ആൻഡ് നിക് നെയിം ഈസ് ദർ. നിക് നെയിം എന്ന് പറഞ്ഞാൽ ഓമന പേരാ. ഓമന പേര്, നമുക്കെല്ലാം ഓരോ ഓമന പേരുകളുണ്ട്. എനിക്ക് കൊച്ചുമക്കൾ 5 പേരാ ഉള്ളത്. ഞാൻ അവർക്കൊക്കെ ഓരോ ഓമന പേരിട്ടുണ്ട്. ഒരുത്തിനെ ഞാൻ ചക്കരേ എന്നാ വിളിക്കുന്നത്, മോനെ ചക്കരെ കുട്ട. ഇപ്പൊ ഞാൻ ഫോൺ ചെയ്യുമ്പോ അവൻ എന്നെ വിളിക്കുന്നത് ചക്കര എന്നാ. തിരിച്ച് ഓമന പേര്, നിക് നെയിം, അതാണ് യെശ്രൂൻ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ദൈവം ഉപായിയുടെ ദൈവമല്ല കേട്ടോ. നമ്മുടെ ദൈവം നേരെ നടക്കുന്നതിന്റെ ദൈവമാണ്. ദൈവത്തിന്റെ വിശ്വസ്തത കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ യെശ്രൂന്റെ ദൈവത്തെ പോലെ മറ്റൊരുവനുമില്ല. നേരെ നടക്കുന്നതിന്റെ ദൈവത്തെ പോലെ, നിർമ്മലനായിരിക്കുന്ന നിഷ്കളങ്കനായിരിക്കുന്ന ദൈവത്തെ പോലെ. യാക്കോബിന് ഈ പേര് യോജിച്ചതാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. യോജിച്ചതല്ല, പക്ഷേ കാലങ്ങളായിട്ട് ദൈവം അവനെ മാറ്റിയെടുത്തു. അനേക തലങ്ങളിൽ കൂടെ, ജീവിതത്തിന്റെ ദുഃഖസത്യങ്ങളിൽ കൂടെ ഏറ്റവും കൂടുതൽ ഓടുന്നവനായിരുന്നു അതെ യാക്കോബ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് ഓടുന്നു, പ്രയാണം ചെയ്ത് പോകുന്ന ഒരു മനുഷ്യനായിരുന്നു യാക്കോബ് എന്ന് പറയുന്നത്. എന്നാലേ യാക്കോബ് തന്റെ ജീവിതത്തില് ദൈവവുമായിട്ടുള്ള ബന്ധത്തില് അനേക ആത്മീയ തലങ്ങളിലൂടെ പോകാൻ തക്കൊണ്ട് ഇടയായിട്ടുണ്ട്. അവിടെ വെച്ച് തന്റെ പേര് മാറുവാൻ തക്കണം ദൈവം, പേര് മാറ്റുവാൻ തക്കണം ദൈവം അവനെ അനുഗ്രഹിച്ചു എന്ന്
നമുക്കിവിടെ കാണുവാൻ തക്കണം കഴിയും. ഇസ്രായേലാക്കി അവന് യേശു. എന്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചല്ലേ? നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ തുടക്കകാലം പോലാണ് എന്നല്ലല്ലോ. ഏതെല്ലാം പാന്താവിലൂടെയും ഏതെല്ലാം ജീവിത പശ്ചാത്തലത്തിലൂടെയാ നമ്മൾ മുന്നോട്ട് പോയത്. ഓരോ പശ്ചാത്തലത്തിലൂടെയും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ ദൈവം ഓരോ സാഹചര്യങ്ങളില് ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളോട് കരുണ കാണിക്കുകയും ചെയ്ത് നമ്മളെ വേറൊരു ഒരു രീതിയിലാക്കുന്നൊക്കെ ഇടയായിട്ട് ഓരോ അനുഗ്രഹങ്ങൾ യാക്കോബിന്റെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ നല്ല ജീവിതത്തിൽ വ്യത്യസ്തത വരുവാൻ ഇടയായി. യാക്കോബ് ഇസ്രായേൽ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവിച്ച അനുഗ്രഹം എന്താണെന്നറിയാമോ? ഞാൻ തുടയുടെ എല്ല് ഉളുക്കിപ്പോയി. അന്ന് മുതൽ മുടന്തിയാ നടക്കുന്നത്. ഞാൻ ജീവിതത്തിന്റെ അവസാനം വരെ മുടന്തിയാ നടക്കുന്നത്. അവസാനം നിങ്ങൾ വചനം വായിക്കുമ്പോൾ അറിയാം, മരിക്കുന്നതിന് മുമ്പ് തന്റെ ജനമായ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ വടിമേൽ ഊന്നി നിന്നുകൊണ്ട് അനുഗ്രഹിച്ചെന്ന് പറഞ്ഞു. ഈ വടി എവിടെ കിട്ടിയെന്നറിയാം? യാബോക്ക് കടവിൽ വെച്ച് കിട്ടിയത്. ഒരുപാട് ഓടുന്നു, ഭയങ്കര ഓട്ടമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ടാണ് ഓടി മെസൊപ്പൊത്താമ്യയിൽ ചെന്ന് ലൂസ് എന്നുള്ളതായ അബ്ജന്റെ ദേശത്തെത്തിയത്. അങ്ങനെയുള്ളതായ ഒരു വലിയ ഭീകരനായിരുന്നു, ഓട്ട ഭീകരനായിരുന്നു യാക്കോബ്. ദൈവമായിട്ട് അവൻ അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴേ, ദൈവമായിട്ടൊരു ബന്ധം മാറ്റി കഴിഞ്ഞപ്പോഴേ, ദൈവം അവന്റെ പേര് മാറ്റി കഴിഞ്ഞപ്പോഴേ അവന്റെ ജീവിതത്തിലെ വ്യത്യസ്തത ഉണ്ടാവാൻ തക്കൊണ്ടിയാണ്. അന്ന് മുതൽ യാക്കോബ് മുടന്തി നടക്കാനുണ്ടായി. അങ്ങനെ തന്നെയാ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. തന്റെ ജീവിതകാലം മൊത്തം താനും മുടന്തിയാണ് നടക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷെ അതിനെ നിങ്ങളൊരു വൈകല്യങ്ങളായിട്ട് കാണല്ലേ കേട്ടോ. അതൊരു അനുഗ്രഹമായിട്ട് കാണുവാൻ കഴിയുമെങ്കിലേ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം അനുഗ്രഹിക്കപ്പെടും നിൽക്കണം ഇടയായിട്ടുണ്ട്. ഒരുപക്ഷെ കണ്ണിന്റെ ശോഭ കുറയാം, ഒരുപക്ഷെ ശരീരത്തിന്റെ ഭംഗി കുറയാം, സൗന്ദര്യം ഒന്ന് പോവും, ഗ്ലാമർ ലുക്ക്, സ്കിന്നിന്റെ ഏതെങ്കിലും നിലയിൽ നിന്റെ ജീവിതത്തിൽ പ്രയാസം വന്നു കഴിഞ്ഞാൽ അതിനെ നെഗറ്റീവായിട്ട് എടുക്കാതെ ഇതൊരു അനുഗ്രഹമായെന്ന് വിചാരിപ്പാൻ തക്കണം നമുക്ക് ഇടയാക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവിക കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വം ചെയ്യുന്നു. ഞാൻ യാക്കോബിനെ കുറിച്ച് പറയാനല്ല വന്നു നോക്കിയപ്പോൾ മോശയെ കുറിച്ച് പറയാനുമല്ല വന്നു, യെശുരുവിന്റെ ദൈവത്തെ കുറിച്ച് പറയാനാണ് എനിക്ക് ആലോചന. യെശുരുവിന്റെ ദൈവത്തെ പോലെ നമ്മൾ വായിക്കുന്ന ഭാഗം മറ്റൊരുവനുമില്ല. അവൻ നിന്റെ സഹായത്തിനായി തന്റെ മഹിമയിൽ ആകാശത്തിലൂടെ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴിലോ ശാശ്വതമായ, ഇപ്പൊ കീഴിൽ ശാശ്വത പൂജനം കൊണ്ട് നിൽക്കുന്ന ഒരു ദൈവം. കീഴിലാണ്. അപ്പൊ മേളിലൊരു ദൈവം വേണമല്ലോ. സമ്പൂർണ്ണ സുരക്ഷിതത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 3 ദിവസം ഉപവാസം എടുത്ത് നിങ്ങൾ പലരും തീരുമാനങ്ങളൊക്കെ എടുത്തു. ദൈവിക ഇടപെടല്, ദൈവിക കരുതല്, ദൈവിക സംരക്ഷണം, ഗോഡ്സ് പ്രൊട്ടക്ഷൻ, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കീഴെ ശാശ്വതമായ ഭുജങ്ങൾ. രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ രൂത്ത് ആദ്യമായിട്ട് ആ ഭാഗങ്ങളൊന്നും എടുക്കുന്ന ചില സമയം രൂത്തിന്റെ പുസ്തകങ്ങൾ ചിന്തിക്കുമ്പോൾ രൂത്ത് ആദ്യമായിട്ട് ബോസിന്റെ വയലിൽ വരുമ്പോൾ ബോസ് രൂത്തിനെ കാണും. ബോസ് രൂത്തിനെ കാണുമ്പോൾ ബോസ് രൂത്തിനോട് പറയുന്നൊരു ഭാവമുണ്ട്, മകളെ, നീ ഒരു ഉത്തമ സ്ത്രീ ആയിരിക്കുന്നുവെന്ന് ഈ ദേശക്കാർക്കറിയാം. യഹോവയായ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴിൽ ആശ്രയം തേടി വന്ന് നീ അനുഗ്രഹിക്കപ്പെട്ടോളൂ. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തില് അങ്ങനെ ആ ബോസ് അതെ രൂത്തിന് ഒറ്റ രാത്രി കൊണ്ട് അവള് വൈറലായി കേട്ടോ. ബേത്ലഹേമിലെ ഫേസ്ബുക്കിനകത്തും ഗൂഗിളിനകത്തും ഒക്കെ ഈ ആളങ്ങ് ഈ പെങ്കൊച്ചുണ്ടല്ലോ ഫേമസ് ആയി ഒറ്റ രാത്രി കൊണ്ട്. തലേന്ന് രാത്രിയാ അവളും അവളുടെ അമ്മായിമ്മയും കൂടെ ബേത്ലഹേമിൽ വന്നത് മോവാബിൽ. പിറ്റേന്ന് രാവിലെ അവള് ബോവസിന്റെ വയലില് കതിര് പറക്കാൻ തക്കണം വരുന്നു. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ആ പട്ടണത്തിലുള്ള സകല മനുഷ്യരും ഈ പെൺകുട്ടിയെ കുറിച്ച് അറിയുവാൻ തക്കണം ഇടയായിട്ടത്. അവളുടെ സുന്ദരിമണി ആയതുകൊണ്ടാണ്, സുന്ദരി ആയിരുന്നു, ബ്യൂട്ടിഫുൾ വുമൺ. അവളുടെ സുന്ദരി ആയതുകൊണ്ട് ഹോളിവുഡ് നടി വന്നെന്നും പറഞ്ഞിട്ടുണ്ടല്ല ആൾക്കാർ ഇളകിയത്. പട്ടണം മൊത്തം ഇളകിപ്പോയി അവള് വന്നതുകൊണ്ട്. അല്ലാതെ
അവളെ ഏതെങ്കിലും സെലിബ്രിറ്റി ആയതുകൊണ്ടോ സ്തോത്രം, ഏതെങ്കിലും ഒരു മോഡൽ ഐക്കൺ ആയതുകൊണ്ടൊന്നുമല്ല അവള് പ്രശസ്തിയാകുന്ന കാരണം. അവള് പ്രശസ്തിയാകാൻ ഒറ്റ കാരണം ഉണ്ടെന്നറിയാം. ഒന്നുമില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ട ഒരമ്മായിമ്മയുടെ പുറകെ ഒരു കെട്ട് തുണിക്കെട്ട് മാത്രം തോളിൽ എത്തിക്കൊണ്ട് അവളുടെ ആ അമ്മായിയമ്മയെ അനുഗമിച്ച ഒരു പെൺകുട്ടിയാണ് ഫേമസ് ആയത്. അവള് മോവാബിന്റെ 4 കൂടുന്ന തിരിയിൽ വെച്ച് സ്തോത്രം നവോമി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകും. 2 പെൺപിള്ളാരോടും പറഞ്ഞു. നിങ്ങൾക്കറിയാലോ, ഒന്ന് യൂത്തും 2 ഓർപ്പയും. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൊണ്ടാ നവോമി മോവാബിലോട്ട് പോയത്. പക്ഷെ എല്ലാം നശിച്ചു. അവള് പറഞ്ഞത്, ഞാൻ നിറഞ്ഞവളായിട്ട് പോയിട്ട് ഒഴിഞ്ഞവളായിട്ട് വന്നു. ഇന്ത്യയിൽ ഒന്നുമില്ല, ഒരു കെട്ട് ഭാണ്ഡം മാത്രമേ ഉള്ളൂ. ട്രക്കിലെ സാധനം അങ്ങോട്ട് കൊണ്ടുപോയി, ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാനില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ശരിയാകത്തില്ല. നിങ്ങൾ കാണാൻ സൗന്ദര്യമുണ്ട്, നിങ്ങൾ കുടുംബസ്ഥരാ, നിങ്ങൾക്ക് ഇവിടെ ഒരു ദേശമുണ്ട്, നിങ്ങൾക്ക് ഇനി ഭാവിയുണ്ട്, പ്രതീക്ഷകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ല. ലെറ്റ് മീ ഗോ ബാക്ക്, ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലോട്ട് പോകട്ടെ. ഒരുത്തി കരഞ്ഞ് നിലവിളിച്ചു പോയി. അവിടെ പേരാ ഓർപ്പയല്ലേ. 2ാമത്തെ അവളാണ് യൂത്ത്. അവൾ ഒരു കാര്യമാണ് പറഞ്ഞു കേട്ടോ. ബേത്ലഹേമില് എനിക്കറിയാം, മഹ്ലോന്റെ പേരിലുള്ള റബ്ബറും തോട്ടമൊന്നും എനിക്ക് വേണ്ട. എനിക്ക് അവിടുത്തെ ഹല്ലേലൂയ, അവിടുത്തെ മുന്തിരിത്തോട്ടം എനിക്ക് വേണ്ട. അവിടുത്തെ അത്തിമരക്കാടുകളുടെ അവകാശം എനിക്ക് വേണ്ട. എനിക്ക് ഒരു കാര്യം മാത്രം മതി, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. എനിക്കത് മാത്രം മതി. നവോമി, എനിക്ക് നിന്റെ പണം മോഹിച്ച് അല്ലെ അമ്മായിമ്മയുടെ ചെക്കൻ അടിച്ചെടുക്കാനോ ബാങ്ക് അക്കൗണ്ട് അടിച്ചെടുക്കാനോ അല്ലെ നിന്റെ കൂടെ വരുന്നത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സ്തോത്രം, അവനെ മാത്രം സേവിക്കുന്ന നിന്റെ കൂടെ ഞാൻ വരും. മരണം കൊണ്ടല്ലാതെ നമ്മൾ മാറുകയില്ല എന്ന്. അതുകൊണ്ടാണ് ബോസ് പറഞ്ഞത്, സ്തോത്രം, യഹോവയായ ദൈവത്തിന്റെ ചെറുടി കീഴിൽ അഭയം തേടി വന്ന, ആശ്രയം തേടി നീ വന്ന, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അപ്പൊ താഴെ ശാശ്വത ഭുജങ്ങളുണ്ട്, മേളില് ഒരു നല്ല ചെറുകടിയുണ്ട്. ആ ചെറുകടി കീഴിലാ വന്നിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഈ ചെറുകടി കീഴിൽ ആര് വന്നോ ഒരിക്കലും അവർ ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാത്ത ഒരു അമ്മായിമ്മയുടെ പറയെ ഒരു കെട്ട് തുണിക്കെട്ട് പാണ്ടോട്ട് മാത്രമായിട്ട് വന്ന ആ സ്ത്രീയുടെ പുറകെ 2 വിധവമാരിൽ ഒരു വിധവയായ അവളെ അന്വേഷിച്ച് വന്ന് കതിര് പറക്കി ജീവിതം നയിപ്പാൻ തക്കണം, എങ്ങനെയാലും ജീവിച്ച് യഹോവയെ സേവിച്ച് എന്റെ ജീവിതം, ക്രിസ്ത്യ ജീവിതം തീർക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ചു വന്നവളെ. അവള് യഹോവയുടെ ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ വംശാവലിയിലെ മാറാത്ത സാന്നിധ്യമായി തീർന്നു. അവള് ഹല്ലേലൂയ രാജാക്കന്മാരെ പ്രസവിക്കുവാൻ തക്കണം ഇവിടെയായി. അവളുടെ കൊച്ചുമോനാ ദാവീദ് രാജാവ്. അവളുടെ കൊച്ചുമകനാ എന്റെ നിങ്ങളുടെ രക്ഷിതാവായ കർത്താവ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ ചെറുകടി കീഴിൽ അഭയം തേടി നിങ്ങൾ ഞാനും വന്നിട്ടുണ്ടെങ്കിൽ, ഇത് കയ്യിലെ എടുത്തിട്ടുണ്ടെങ്കിൽ ആരും ലജ്ജിക്കത്തില്ല കേട്ടോ. പ്രതിസന്ധികളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ഭാര്യ നഷ്ടപ്പെടും, ഭർത്താവ് നഷ്ടപ്പെടും, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും, വണ്ടി നഷ്ടപ്പെടും, യു ലൂസ് എവരിതിങ്. പക്ഷെ ഇതെടുത്ത എന്റെ ദൈവം വിശ്വസ്തനാണ്. യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുവനുമില്ല. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കും. അപ്പൊ മേളില് ഒരു ചിറകടി, താഴെ ശാശ്വതം. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ക്രിസ്ത്യാനിക്ക് ഇതിക്കുള്ളിൽ എന്താ വേണ്ടി? അന്നേരം പലപ്പോഴും ചിന്തിക്കുക, എനിക്ക് പുറകിൽ ആരും ഇല്ലല്ലോ. പുറകിലും ഉണ്ടെന്ന്. യശയ്യാപ്രവചനം 30-ാം അധ്യായം, ബാക്കികളൊന്നും വായിക്കുന്നില്ല, അതിനകത്തൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 4 കവലകളിൽ നിൽക്കുമ്പോൾ, അമേരിക്കയിൽ ഉണ്ട്, ഞങ്ങൾ 5 പോയിന്റ്സ് 4 പോയിന്റ്സ് നിൽക്കും. സിഗ്നൽ വീഴുമ്പം 4 ഇടത്തോട് സിഗ്നൽ വീഴും. ഒരു റോഡ് 4ആയിട്ട് തിരിയും. നമ്മൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂയോർക്ക് സിറ്റികളിലൊക്കെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഇത് ചെന്ന് അവസാനിക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ഏരിയയില്ല. ചില ഗ്രൂപ്പുകാർ താമസിക്കുന്നുണ്ട് അവിടെ.
അവിടെ ചെന്നാൽ നമ്മുടെ ടയർ കിട്ടത്തില്ല, മൊബൈൽ കിട്ടത്തില്ല, കാറ് കിട്ടത്തില്ല, ഇവൻ നല്ല നല്ല ജാക്കറ്റ് ഉണ്ട്, അതുപോലും കിട്ടത്തില്ല. അതുപോലെ ഡേഞ്ചറസ് ഏറിയ നമ്മുടെ ജീവിതത്തിലില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ട് ഡേഞ്ചറസ് ഏരിയാസ്. ചില വഴികളൊക്കെ നമുക്ക് നല്ലതായിട്ടൊക്കെ തോന്നും അല്ലേ? സിഗ്നൽ വീണ് കഴിഞ്ഞാൽ ഉടനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോകും. ഈ വണ്ടി സ്റ്റാർട്ട്. ചിലരുടെയൊക്കെ ജീവിതം എത്ര മനോഹരമായിട്ട് തുടങ്ങിയതല്ലേ, ഒരുപാട് മനോഹരമായിട്ട് തുടങ്ങി. അതിന്റെ അവസാനമൊക്കെ ചെന്ന് എന്തോ 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 നാശം, എന്തോ കണ്ണുനീരാണ്. മക്കളില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, കുടിയന്മാര്, മോശമായിട്ട് ജീവിക്കുക, ഡ്രഗ്സ്, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, മക്കളില്ല, തകർന്നുപോയ ജീവിതങ്ങൾ. ക്രിസ്ത്യ ജീവിതത്തിൽ വഴികൾ പലതുണ്ട്. ഏതാ സ്വീകരിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ച് സ്വീകരിച്ചോണം. എത്ര എത്ര തുടക്കം എത്ര നല്ലതായിരുന്നു, പക്ഷെ അവസാനം വരുമ്പോഴറിയാം ദൈവശബ്ദം കേൾക്കാതെ വണ്ണം. ആ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നീ 4 കവലകളിൽ നിൽക്കുമ്പോൾ, നീ 4 കൂടി വഴി നിൽക്കുമ്പോൾ, നിനക്ക് വഴി അറിയാതിരിക്കുമ്പോൾ ഇതാകുന്ന വഴി, ഇതിലേ നടന്നുകൊള്ളുകയെന്ന് പുറകിലൊരു ശബ്ദം കേൾക്കും. പുറകിലൊരു സൗണ്ട് കേൾക്കും. ഇങ്ങനെ കൊടുത്തില്ലേ, പുറകില് ഒരു ശബ്ദം കേൾക്കാം, പുറകിൽ നിന്ന്, ഇതാകുന്ന വഴി, ഇതിലേ പോകും. ബാക്ക് സപ്പോർട്ട് ഒരു വലിയ സപ്പോർട്ടാണ്. നമ്മളെല്ലാം മുമ്പിൽ കാണുന്നതായ ആ മനോഹരമായ വർണ്ണശബളമായ സ്തോത്രം, മനോഹരത്തെക്കാളൊക്കെ എല്ലാവർക്കും എല്ലാം ഒന്നും നടക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, ചിലർ ഭയങ്കര മുട്ടുക്കന്മാരാ, വീരന്മാരാ. ചില പാവങ്ങൾ എണ്ണിച്ചിരിക്കുന്നത് തന്നെ ശരിക്കും നിന്നില്ലെങ്കിൽ പുറമോട്ട് അങ്ങ് പോകും. ക്രിസ്ത്യ ജീവിതത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്, ആത്മീയ ജീവിതത്തിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്, ഒരു പുറമോട്ട് വീഴും. പക്ഷെ ഞാനൊരു കാര്യമുണ്ട്, നിന്നെ പുറകിൽ താങ്ങാൻ ഒരുത്തലുണ്ട് കേട്ടോ. നിന്റെ പ്രതിസന്ധിയില്ല, നീ സാധുവാ, നീ വലിയ അച്ചായനല്ല, നീ വലിയ അമ്മാമ്മയല്ല, നിന്റെ വിശ്വാസം ചെറുതാ. ഞാൻ ഒരു കാര്യം പറയാം, നിന്നെ താങ്ങുന്നതിന് ഒരു പുറകിലുണ്ടേ. പ്രൈസ് ദി ലോർഡ്. പുറകിൽ നിന്ന് സൗണ്ട് കേൾക്കും. നിങ്ങൾ ദൈവവചനം വായിക്കും, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ ഭാവമാണ്. ഒരുവനെ എബ്രോനിലേക്ക് പോകുന്ന വഴിയില് കമന്നടിച്ച് കിടക്കുക. വേറെ ആരുമല്ല, അബ്രഹാമാ. ലോത്ത് തന്നെ പിരിഞ്ഞ നാട്. അവർ രണ്ടും കൂടെ നോക്കിയും പറഞ്ഞു, അബ്രഹാം പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ലോത്ത് കമ്പ്യൂട്ടറിലിട്ട് നോക്കി, ഗൂഗിളിലിട്ട് നോക്കിയപ്പോ ഒന്നാന്തരം പ്രദേശമുണ്ട്. പുള്ളിക്ക് വെളിപ്പെട്ട USA എന്നാ, ന്യൂയോർക്ക്, ചിക്കാഗോ, ഡാളസ്, ന്യൂസിലാൻഡ്, ഒരുപാട്. പുള്ളി നല്ലതൊരെണ്ണം തിരഞ്ഞെടുത്തിട്ട് അങ്ങ് പോയി. അവസാനം പിന്നെ നമുക്കറിയാവില്ല, ഞാൻ പറയുന്നില്ല. അബ്രഹാമിന് അറിയത്തില്ല എങ്ങോട്ടാ പോകേണ്ടതെന്ന്. അതേ സ്തോത്രം, മണ്ണില് കമന്നടിച്ച് കിടക്കുക. ഈ പാവപ്പെട്ട മനുഷ്യനൊന്നും അറിയില്ല. എനിക്ക് ഗൂഗിളും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒന്നും ചെക്ക് ചെയ്യാനൊന്നും അറിയില്ല. പാവമാണ്. ഒരു വിളി കേട്ടു, ഒരു ശബ്ദം കേട്ടു, ഒരു തേജസ് കണ്ട് ഇറങ്ങി തിരിച്ചവനാ. വലിയ മുടുക്കണൊന്നുമല്ല, ബാങ്ക് ബാലൻസ്, ബാങ്ക് അക്കൗണ്ട് ഒന്നുമില്ല. വചനം പരിശോധിച്ചാൽ അറിയാം. പക്ഷെ അന്നേരം അവന് ശബ്ദം കേട്ടു, അബ്രഹാമേ തലയുയർത്തി നോക്ക്, നീ നിന്റെ മുന്നിൽ കാണുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായിട്ട് തരും. ഇതാവുന്ന വഴി, ഇതിലേ നിന്റെ ജീവിതത്തില് പ്രതിസന്ധികളുടെ നടുവിൽ നീ മണ്ണി കമന്ന് വീണാലും, നീ ബലഹീനനായാലും, നിന്നോട് കൂടെ ഹല്ലേലൂയ അടിച്ചെടുത്ത് മിടുക്കനായിട്ട് സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് PhD എടുത്ത് ന്യൂസിലൻഡിലും അമേരിക്കയിലൊക്കെ പോയാലും, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഹല്ലേലൂയ, നീ ഒരു ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പം താഴെയായി, മേളിലായി, പുറകിലായി അല്ലേ? സമയം പോയി, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ഇനി പിന്നെ എന്തുവാ? ഇനി അടുത്ത് മുന്നിലല്ലേ, മുമ്പിലല്ലേ? 16-ാം സങ്കീർത്തനം പറയുന്നു, ഞാൻ യഹോവ എപ്പോഴും എന്റെ മുമ്പില്. എന്തുകൊണ്ട്? അവനെ എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ മനസ്സാനന്ദിച്ചു, എന്റെ ജഡവും നിർഭയമായിട്ട്. ഇപ്പൊ മുന്നിലുണ്ട്. യാക്കോബ് തന്റെ ജനമായ സ്തോത്രം തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ, യോസഫിന്റെ 2 കുഞ്ഞുങ്ങളെ എഫ്രീമിനെയും മനുഷ്യ അനുഗ്രഹിക്കുമ്പോൾ, ആ വൃദ്ധനായവൻ കട്ടിലെ കിടന്ന് അനങ്ങാൻ വയ്യാതെ കിടന്ന് പറയുക,
എന്റെ പിതാക്കന്മാരുടെ മുമ്പ് നടന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെ മുന്നേ നടന്ന ദൈവം, എന്റെ കഷ്ടതകൾ തന്നെ വിടുവിച്ച യഹോവയുടെ ദൂതൻ ഈ കുഞ്ഞുങ്ങളെ കാക്കുമാറാകട്ടെ. ക്രിസ്ത്യ ജീവിതത്തിൽ നിനക്ക് മുന്നേ ഒരുത്തനുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഭയപ്പെടണ്ട.